Once again, welcome back to virtual teaching. നമ്മളപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് മോഡ്യൂളാണ്. ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ വളരെ ലോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഓരോ പാർട്ടായിട്ട് പഠിക്കാം. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് മാർക്കറ്റിംഗ്. Marketing is a customer-centered approach which aims at the satisfaction of their wants through the distribution of valuable products and services. എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇവരുടെ മെയിൻ എയിം എന്താണ്? ഇവരുടെ ലക്ഷ്യം എന്താണ്? മെയിൻ എയിം ഈസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദെയർ വാണ്ട്സ്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാം. എങ്ങനെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യും? അവർക്ക് വേണ്ട പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട്. അങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ട പ്രൊഡക്ട്സും സർവീസുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്ത കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്തെല്ലാമാണെന്നാണ്. മെയിനായിട്ട് മാർക്കറ്റിങ്ങിന് 4 എലമെൻറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് 4 എലമെൻറ്റ്സ്? ഒന്നാമത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. രണ്ടാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്. മൂന്നാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. നാലാമത്തത് പ്രൊമോഷൻ അഥവാ അഡ്വർടൈസ്മെൻറ്റ്. ഈ 4 മാർക്കറ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊരു പ്രൊഡക്റ്റാക്കി മാറ്റുക, അതാണ് ഫസ്റ്റ് വണ്ണ്. രണ്ടാമത്തത് ആ പ്രൊഡക്റ്റിന് ഒരു പ്രൈസ് നമ്മൾ നിശ്ചയിക്കുക, ഡിറ്റർമൈൻ ചെയ്യുക. മൂന്നാമത്തത് ആ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് നോക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രൊമോഷൻ. ഇങ്ങളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെന്ന് കസ്റ്റമേഴ്സിനെ അറിയിക്കുക. എങ്ങനെ? അഡ്വർടൈസ്മെൻറ്റ്സ് വഴി, പ്രൊമോഷൻ വഴി അവരെ അറിയിക്കുക. ഈ 4 മെയിനായിട്ട് മാർക്കറ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കിട്ടിയോ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്തെല്ലാമാണ് മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ്. ഇതിലും 4 പോയിൻറ്റ്സ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെയാണ് മാർക്കറ്റിംഗ് ഈസ് ആൻ ഓർഗനൈസേഷണൽ ഫങ്ഷൻ ഓഫ് ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂ ടു ദ കസ്റ്റമർ. ഇവിടെ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടേം. എന്താണ്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ ഫങ്ഷനാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഓർഗനൈസേഷണൽ ഫങ്ഷൻ വിളിക്കാൻ കാരണം? കാരണം ഇവിടെ കസ്റ്റമേഴ്സിന് വേണ്ട വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അത് കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് ബൈ വിച്ച് people obtain what they want through creating an exchange of products and value with other. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലെ മെയിൻ ടേം എന്താണ്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ് മാർക്കറ്റിങ്ങിനെ സോഷ്യൽ പ്രോസസ്സ് എന്ന് വിളിക്കാൻ കാരണം? ഇവിടെ മനുഷ്യന്മാർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ്, പീപ്പിൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഗുഡ്സിനെ അവരുടെ കയ്യിലുള്ളത് വെച്ച് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കുന്നു. ഫോർ എക്സാമ്പിൾ, അവരുടെ കയ്യിൽ ക്യാഷ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുന്നു. അങ്ങനെ ആ ഒരു രീതി കൊണ്ടാണ് മാർക്കറ്റിങ്ങിനെ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെയാണ് മാർക്കറ്റിംഗ് ഈസ് എ മാനേജ്മെൻറ്റ് പ്രോസസ് which identifies and anticipate customers' need as to generate profit by satisfying them. മൂന്നാമത്തെ പോയിന്റിലെ ഇമ്പോർട്ടൻറ്റ് ടേം എന്താണ്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയാൻ കാരണം? ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് മാർക്കറ്റിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഇവർ ആ നീഡ്സ് വാണ്ട്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അവർക്ക് അതിലൂടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണോണ്ടാണ് എന്ത് പറയുന്നത്? മാർക്കറ്റിങ്ങിനെ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സായിട്ട് പറയുന്നത്. നാലാമത്തെ പോയിൻ്റാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഫങ്ഷനാണ്. മാർക്കറ്റിംഗ് ഈസ് എ കൊമേഴ്ഷ്യൽ ഫങ്ഷൻ ഓഫ് ട്രാൻസ്ഫറിങ് ഗുഡ്സ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു കസ്റ്റമർ. പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് ഗുഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഫങ്ഷനും കൂടിയാണ്. അങ്ങനെ 4 ഫങ്ഷൻസ് അല്ലെങ്കിൽ 4 ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ പഠിച്ചു. എന്തെല്ലാമാണ്? ഒന്നാമത്തത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ ഫങ്ഷനാണ്.
മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഫങ്ഷനാണ് അല്ലെങ്കിൽ സോഷ്യൽ പ്രോസസ്സാണ്. മൂന്നാമത്തത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ മാർക്കറ്റിംഗ് ഈസ് എ കൊമേഴ്ഷ്യൽ ഫങ്ഷൻ. കിട്ടിയോ? അപ്പോൾ നമ്മളങ്ങനെ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിങ്ങും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ്. എന്തെല്ലാമാണ് മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് വൺ, ടു ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് മാർക്കറ്റ് വേർ ദ പ്രൊഡക്റ്റ് ക്യാൻ ബി മാർക്കറ്റഡ്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ നമ്മൾ എക്സ് എന്നൊരു പ്രൊഡക്റ്റാണ് വിൽക്കാൻ പോകുന്നത്. ആ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റിയ ആൾക്കാർ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് മേടിക്കുമെന്ന് ഉറപ്പുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് കളയേണ്ട ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. രണ്ടാമത്തത്, ടു ഐഡൻറ്റിഫൈ ദ നീഡ് ആൻഡ് വാണ്ട്സ് ഓഫ് ദ ടാർഗറ്റ് മാർക്കറ്റ്. നമ്മളൊരു മാർക്കറ്റ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നീഡ്സും വാണ്ട്സും എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. മൂന്നാമത്തത്, ടു ഡെവലപ്പ് ദ പ്രൊഡക്റ്റ് സഫിഷ്യൻറ്റ് ഇനഫ് ടു സാറ്റിസ്ഫൈ ദ നീഡ് ഓഫ് ദ ടാർഗറ്റ് മാർക്കറ്റ്. അങ്ങനെ നമ്മൾ ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിൻ്റെ നീഡ്സും വാണ്ട്സും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ടു ഡിറ്റർമൈൻ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് മാനുഫാക്ചറിങ് കോസ്റ്റ്, കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യുക. ആ പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക? നമ്മുടെ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന മാനുഫാക്ചറിങ് കോസ്റ്റ് നോക്കിയിട്ടും നമ്മുടെ ചുറ്റുമുള്ള കോമ്പറ്റീഷൻ നോക്കിയിട്ടും അതുപോലെ അവിടെയുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രൊഡക്റ്റിനൊരു പ്രൈസ് അങ്ങ് ഫിക്സ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് എന്താണ്? ടു ഡെലിവർ ഓർ ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൊഡക്റ്റ് ടു ദ കസ്റ്റമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഡിസ്ട്രിബ്യൂഷൻ ചാനലിൻ്റെ ഹെൽപ്പോടെ ഈ പറയുന്ന പ്രൊഡക്ട്സ് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഡെലിവർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ 5 പോയിൻറ്റ്സ് ആണ് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ആദ്യം തന്നെ ടാർഗറ്റ് മാർക്കറ്റിനെ കണ്ടുപിടിക്കുക. ടാർഗറ്റ് മാർക്കറ്റിൻ്റെ നീഡ്സും വാണ്ട്സും എന്താണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് മാർക്കറ്റിന് വേണ്ട പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. നാലാമത്തെ പോയിന്റ് എന്താണ്? പ്രിപ്പയർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക. അഞ്ചാമത്തത് ആ പ്രിപ്പയർ ചെയ്ത പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. ഇതെല്ലാമാണ് മാർക്കറ്റിങ്ങിൻ്റെ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കിട്ടിയോ? ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്. എങ്ങനെയാണ് മാർക്കറ്റിംഗ് എന്ന സംഭവം ഉണ്ടായത്? അതിൻ്റെ ഒരു സ്റ്റേജസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജാണ് ബാർട്ടർ സ്റ്റേജ്. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന ഒരു സംഭവമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ബാർട്ടർ സിസ്റ്റം എന്ന്. എന്താണത്? പീപ്പിൾ എക്സ്ചേഞ്ച് ഗുഡ്സ് ഫോർ ഗുഡ്സ് വിത്തൗട്ട് യൂസിങ് എനി മീഡിയം ഓഫ് എക്സ്ചേഞ്ച് സച്ച് ആസ് മണി. മണി പോലുള്ള എക്സ്ചേഞ്ച് ആ ഒരു സംഭവങ്ങളൊന്നും വാല്യൂ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഗുഡ്സ് മേടിക്കുമ്പോൾ മറ്റു ഗുഡ്സ് നമ്മൾ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ മണി എന്ന സംഭവം ഇല്ല. അപ്പോൾ നമുക്കൊരു മാങ്ങ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ തിരിച്ച് ചക്ക കൊടുത്തിട്ട് മാങ്ങ മേടിക്കും. അങ്ങനെ നമ്മൾ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബാർട്ടർ സ്റ്റേജ് അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ്. ഓക്കെ. അത് കഴിഞ്ഞാൽ വരുന്നതാണ് പ്രൊഡക്ഷൻ സ്റ്റേജ്. എന്താണ് പ്രൊഡക്ഷൻ സ്റ്റേജ് നോക്കാം. ദർ ഈസ് ഓൺലി ലിമിറ്റഡ് ലൈൻസ് ഓഫ് പ്രൊഡക്റ്റ്, പ്രൈസിങ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ലിമിറ്റഡ് റിസോഴ്സസ്. പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഉള്ളൂ? അധികം പ്രൊഡക്ട്സ് ഒന്നുമില്ല. നമുക്ക് കുറച്ച് വെറൈറ്റി പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യണം എങ്ങനെയായിരിക്കും? ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തോരം കോസ്റ്റ് വന്നു, അല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ വേണ്ടി എന്തോരം കോസ്റ്റ് വന്നു, അതെല്ലാം ആഡ് ചെയ്തിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്ത് എന്തില്ല? വലിയ റിസർച്ചും കാര്യങ്ങളൊന്നുമില്ല. ലിമിറ്റഡ് റിസർച്ച് മാത്രമേ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, പ്രൊഡക്ഷൻ സ്റ്റേജ്. അടുത്ത മൂന്നാമത്തെയാണ് സെയിൽസ് സ്റ്റേജ്. അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അതർ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് വർ വൈഡ്ലി ഫോളോഡ്. നമ്മുടെ ഈ അഡ്വർടൈസ്മെൻറ്റ്സും അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ, ഡിസ്കൗണ്ട്, ഗിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നത് ഈ ഒരു സെയിൽസ് സ്റ്റേജിലാണ്. മെയിൻ ഫോക്കസ് എന്താണ്? സെയിൽസിലാണ്. ഓക്കെ. പാക്കേജിങ് ആൻഡ് ലേബലിംഗ് വർ വൈഡ്ലി യൂസ് ഫോർ പ്രൊമോഷണൽ
പർപ്പസ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന പാക്കേജിങ്ങും ലേബലിങ്ങും ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന ആ ഒരു പാക്കേജിങ് ലേബൽ അതൊക്കെ നല്ല അട്രാക്റ്റീവ് ആക്കുക, അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒക്കെ ചെയ്യണത് എന്താണ് ഈ ഒരു സെയിൽസ് സ്റ്റേജിലായിരുന്നു, ആ ഒരു കാലഘട്ടത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിലുള്ള സ്റ്റേജാണ് എന്ത് മാർക്കറ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഗവേൺ ദ ബിസിനസ് ഡിസിഷൻ. അപ്പോൾ ഇവിടെ എന്താണ് ഈ ബിസിനസ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ അവരുടെ നീഡ്സും വാണ്ട്സും അനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു സ്റ്റേജാണ് മാർക്കറ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, കിട്ടിയോ? ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഈ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഒരു ടോപ്പിക്കിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിംഗ് നമ്മുടെ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നത്, അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് വന്നോടെ നമ്മുടെ ഈ ബിസിനസ് ഫോമിന് എന്ത് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്ത് ഗുണമാണ് ഉണ്ടായത്, സൊസൈറ്റിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫോമിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് സൊസൈറ്റിക്ക് എന്തോരം ഗുണങ്ങളുണ്ടെന്ന് പഠിക്കാം. ഒന്നാമത്തെ പോയിൻ്റാണ് ഡെവലപ്പിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് സൊസൈറ്റി. മാർക്കറ്റിങ്ങിലൂടെ ഗുഡ്സ് ഡെവലപ്പായി വരുന്നുണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു? സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. സൊസൈറ്റിക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി അത് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊഡക്ട്സ് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തത് ആക്ട് ആസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ആൻഡ് കസ്റ്റമേഴ്സ്. ഒരു പ്രൊഡ്യൂസർ പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്തു എന്ന് വെച്ചിട്ട് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തോ? ഇല്ല. മാർക്കറ്റിംഗ് ഫംഗ്ഷനിലൂടെ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുത്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്തി അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ മാർക്കറ്റിംഗ് പ്രൊഡ്യൂസറിൻ്റെയും കസ്റ്റമറിൻ്റെയും ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തത് ഹെൽപ്പ് പീപ്പിൾ ടു ഒബ്റ്റെയിൻ ദ പ്രൊഡക്റ്റ് അറ്റ് സ്റ്റേബിൾ ആൻഡ് ഫെയർ പ്രൈസ്. മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നു? നമുക്ക് കൃത്യമായിട്ട് പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പല കോമ്പറ്റീഷനും ഉണ്ട്, പല പ്രൊഡക്ട്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെറുതെ റേറ്റ് കൂട്ടി കുറച്ചൊന്നും വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരു ഫെയർ പ്രൈസിൽ പ്രൊഡക്ട്സ് ലഭിക്കുന്നതാണ്. അത് തന്നെ എന്താണ് ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. മാർക്കറ്റിംഗ് എന്നൊരു സെക്ടർ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്, അവിടെ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വരാണ്, അവിടെ കുറേ പേർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാവാണ്. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ഈ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് മാർക്കറ്റിംഗ് മേക്സ് എ പ്രൊഡക്റ്റ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ റീജിയൻ. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡൽഹിയിലാണ്, അപ്പോൾ അത് മേടിക്കാൻ ആഗ്രഹമുള്ള ആളിരിക്കുന്നത് കേരളത്തിലും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, നമ്മുടെ മാർക്കറ്റിങ്ങിന് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ ഡൽഹിയിലിരിക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആവുന്നത്. അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഒന്നും തന്നെ ഇല്ലാണ്ട് പ്രൊഡക്ട്സ് എല്ലാവർക്കും അവൈലബിൾ ആവാൻ വേണ്ടി മാർക്കറ്റിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് ബെനിഫിഷ്യലായി മാറിയത്. ഇനി എങ്ങനെയാണ് ബിസിനസ് ഫോമിന് അത് ബെനിഫിഷ്യൽ ആവുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് മാർക്കറ്റ്. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ഈ പോയിന്റ് പഠിച്ചാണ്. ഓക്കെ. രണ്ടാമത്തതാണ് ഡെവലപ്പ് സ്യൂട്ടബിൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം നമുക്ക് എന്താക്കാൻ പറ്റും, ഫോമിന് പ്രൊഡക്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വിറ്റുപോകും. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് കസ്റ്റമേഴ്സിന് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്ത് പറ്റും, അത് വിറ്റുപോവില്ല, അത് ഫോം നഷ്ടമായി മാറും. മാർക്കറ്റിംഗ് വന്നോടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുകൊണ്ട് തന്നെ ഫോമിന് എന്ത് പറ്റും, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തത് ഡിറ്റർമൈൻ ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഇന്ന പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് നമ്മളെ കാണിക്കും അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ ഡിമാൻഡ് അറിയാൻ പറ്റും. പിന്നെന്താണ് ഗീവ് അഡ്യൂക്കേറ്റ് ഇൻഫോർമേഷൻ ടു ദ കസ്റ്റമർ എബൌട്ട് ദ പ്രൊഡക്റ്റ്. മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ്. ലാസ്റ്റ് പോയിന്റ് ഡെലിവർ ദ പ്രൊഡക്റ്റ് ടു ദ കസ്റ്റമർ ബൈ എസ്റ്റാബ്ലിഷിംഗ് സ്യൂട്ടബിൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. നമ്മുടെ ഫോം ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ടീം എന്ത് ചെയ്യും, അത് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിലേക്ക് ഗുഡ്സ് ഡെലിവർ ചെയ്തോളും. അങ്ങനെ ഡെലിവറിങ് ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ യൂസ് ചെയ്ത് പ്രൊഡക്ട്സിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ച് ഫോമിന് പ്രോഫിറ്റബിളാക്കി മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫോമിന് ഈ പറയുന്ന മാർക്കറ്റിംഗ് യൂസ്ഫുള്ളായി മാറിയത്. അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നതാണ്
റോൾ ഓഫ് മാർക്കറ്റിംഗ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് മാർക്കറ്റിംഗ് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്തിട്ടുള്ളത്? വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒന്നാമത്തെ പോയിൻ്റാണ് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ് ഇൻക്രീസ് ദ നാഷണൽ ഇൻകം ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള എക്കണോമിക് റിസോഴ്സുകളെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അത് എന്ത് കൂട്ടുന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകത്തിനെയാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. രണ്ടാമത്തത് മാർക്കറ്റിംഗ് പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബേസിക് ഇൻഡസ്ട്രി ഓഫ് എ കൺട്രി സച്ച് ആസ് അഗ്രികൾച്ചർ, മൈനിങ്, പ്ലാന്റേഷൻ. ഇങ്ങനെ മാർക്കറ്റിംഗ് വന്നോടെ നമുക്ക് എന്ത് പറ്റി? നമുക്ക് കച്ചവടം കൂടാണ്, കസ്റ്റമേഴ്സ് കൂടുതൽ അതൊക്കെ ആവശ്യപ്പെടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ചെറിയ ചെറിയ ബേസിക് ഇൻഡസ്ട്രീസിനാണ് അത് ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. ഏതൊക്കെ ഇൻഡസ്ട്രീസ്? ലൈക്ക് നമ്മുടെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, മൈനിങ് ആയിക്കോട്ടെ, പ്ലാന്റേഷൻ ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും തന്നെ എന്ത് കൂടുന്നു? പ്രൊഡക്ഷൻ കൂടാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ ഡെവലപ്പായി വരികയാണ്. അടുത്തത് മാർക്കറ്റിംഗ് ഇൻക്രീസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ് ഓഫ് ദ നേഷൻ ത്രൂ എക്സ്പോർട്ടിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. മാർക്കറ്റിംഗ് വന്നോടെ നമ്മുടെ രാജ്യത്തുള്ള പ്രൊഡക്ട്സിന് സുഖമായിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകാൻ പറ്റണം. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നേഷൻ്റെ എന്ത് കൂടും? ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ് കൂടുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻക്രീസ്ഡ് മാർക്കറ്റിംഗ് വിൽ ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അതുപോലെ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? നമ്മുടെ എല്ലാ ആൾക്കാർക്കും എംപ്ലോയ്മെൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ ജോലി കിട്ടുക. അങ്ങനെ മാർക്കറ്റിംഗ് വന്നോടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടി. അപ്പോൾ ഒന്നുകൂടിയും പറയാം. ഒന്നാമത്തെ പോയിൻ്റ് എന്താണ്? നമ്മുടെ ഈ രാജ്യത്തുള്ള എക്കണോമിക് റിസോഴ്സുകളെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യണമെന്ന് തന്നെ എന്ത് പറ്റുന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തത് മാർക്കറ്റിംഗ് വന്നോടെ നമ്മുടെ ബേസിക് ഇൻഡസ്ട്രീസ് പ്രൊമോട്ടഡ് ആവുന്നു. ഈ ബേസിക് ഇൻഡസ്ട്രീസ് പറയുമ്പോൾ ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, മൈനിങ്, പ്ലാന്റേഷൻ എക്സെട്ര. മൂന്നാമത്തത് മാർക്കറ്റിംഗ് വന്നോടെ എക്സ്പോർട്സ് കൂടിയോടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സും നമ്മുടെ രാജ്യത്ത് കൂടി. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? നിറയെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ വേണ്ടി മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ഈ പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് മാർക്കറ്റിംഗ് യൂട്ടിലിറ്റീസ്. മാർക്കറ്റിംഗ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 4 എണ്ണമാണ്. അപ്പോൾ ഇത് ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. എക്സ്പ്ലെയിൻ മാർക്കറ്റിംഗ് യൂട്ടിലിറ്റീസ് എനിക്ക് തോന്നുന്നു 2 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിംഗ് യൂട്ടിലിറ്റീസ് മെയിനായിട്ട് 4 എണ്ണമാണ് ഉള്ളത്. ഫോം യൂട്ടിലിറ്റീസ്, പ്ലേസ് യൂട്ടിലിറ്റീസ്, ടൈം യൂട്ടിലിറ്റി ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി. ഒന്നാമത്തെയാണ് ഫോം യൂട്ടിലിറ്റി. ഓഫർ ദ പ്രൊഡക്ട്സ് ഇൻ എ യൂസബിൾ ഫോം. അപ്പോൾ എന്താണ്? നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റേജിലായിരിക്കും മാർക്കറ്റ് ചെയ്യുക. അതാണ് ഫോം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മെയിനായിട്ട് എന്താണ് കവർ ചെയ്യുന്നത്? ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സും അതിൻ്റെ ഷേപ്പും അത് യൂസ്ഫുൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കും അത് മാർക്കറ്റിൽ എത്തുക. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പ്ലേസ് യൂട്ടിലിറ്റി. ഇറ്റ് ഓഫർ പ്രൊഡക്ട്സ് അറ്റ് ദ പ്ലേസ് ഓഫ് കസ്റ്റമേഴ്സ് സോ ആസ് ടു എൻഷുർ ദ ഈസി അവൈലബിലിറ്റി. മാർക്കറ്റിങ്ങിലൂടെ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് വളരെ എളുപ്പത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്കും ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുക. കസ്റ്റമേഴ്സിന് എവിടെയാണ് ഉള്ളത് അവിടെ ആ പ്രൊഡക്റ്റ്സ് എത്തി നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് പ്ലേസ് യൂട്ടിലിറ്റി. അത് ടൈം യൂട്ടിലിറ്റി. എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് വെനെവർ റിക്വയർഡ്. കസ്റ്റമേഴ്സിന് എപ്പോഴാണ് ആവശ്യം അപ്പോൾ പ്രൊഡക്റ്റ് എത്തണം. അപ്പോൾ അങ്ങനെ ടൈം യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്താണ്? കസ്റ്റമേഴ്സിന് ആവശ്യ സമയത്ത് ആ സംഭവം മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പൊസിഷൻ യൂട്ടിലിറ്റി. ഗീവ്സ് ദ റൈറ്റ് ടു ദ ബയർ ടു ഓൺ ആൻഡ് ദ യൂസ് ഓഫ് ദ പ്രൊഡക്റ്റ് അറ്റ് ഹിസ് ഓൺ വിൽ. ആ ബയ്യറിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ സാധനം മേടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ഇഷ്ടത്തിന് ആ സാധനം യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതാണ് പൊസിഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റിംഗ് യൂട്ടിലിറ്റീസ് 4 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ഫോം യൂട്ടിലിറ്റി, പ്ലേസ് യൂട്ടിലിറ്റി, ടൈം യൂട്ടിലിറ്റി ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി. അങ്ങനെ നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ 1/4 ഓഫ് ദ പോർഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് വലിയൊരു മൊഡ്യൂളാണിത്. അപ്പോൾ അതിൽ കുറേ ടോപ്പിക് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻറ്റ് കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പഠിച്ച അത്രയും സെക്ഷനിൽ നിന്ന് ഒരു 4 ക്വസ്റ്റ്യൻസ് ആയിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിവിഷൻ പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റിംഗ്? അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ പോലെ പഠിക്കുക. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ്? മൂന്നാമത്തത് എക്സ്പ്ലെയിൻ മാർക്കറ്റിംഗ് യൂട്ടിലിറ്റി ആൻഡ് എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്. നാലാമത്തത് എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഇതെല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കുക, റിവിഷൻ പോലെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെം എക്സാമിന് വേണ്ടിയുള്ള ഇത്രയും പോർഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. ഓക്കെ, ബൈ.